ഹായ്. ഞാൻ നാടും വീടൊക്കെ വിട്ട് പോകാൻ പോവാണ്. വലിയൊരു ബാഗൊക്കെ എന്റെ പുറകിലുണ്ട്. ഇതൊരു യാത്രയാണ്. യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് നാളുകളായിട്ട് ഞാൻ സ്വപ്നം കണ്ട പലരുടെയും മനസ്സിലുള്ള ആഗ്രഹമാണ്. അപ്പം ഞാന് ആ യാത്രയ്ക്കിന്ന് പോകാൻ പോവാണ്. ഒരു വലിയ യാത്രയാണ്. ഒരു 7, 8 ദിവസം പിടിക്കുന്ന ഒരു യാത്രയാണ്. എന്റെ ലൈഫിൽ തന്നെ ഇത്രയും വലിയൊരു ദൂരയാത്ര ഞാൻ പോയിട്ടില്ല. അമ്മ എങ്ങോട്ടൊക്കെയാണെന്ന് പറഞ്ഞൂടമ്മ? ആഗ്ര, ആ, ജമ്മു കാശ്മീര്, ആ, ശ്രീനഗർ, ആ. പിന്നെ അറിയില്ല. ഉം. അങ്ങനെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീരിലെ മഞ്ഞ് വീഴ്ച കാണാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല. ഇവിടുന്ന് വീട്ടിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മയും ആരെയും കൊണ്ടൊന്നും പോകുന്നില്ല. അപ്പൊ അതിനുള്ളൊരു നിർവാഹമേ ഉള്ളൂ. അപ്പം വേറെ എന്റെ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാരും കൂടി പോവുകയാണ്. അപ്പൊ ഇനി കുറച്ച് ദിവസത്തേക്ക് യാത്രാവിശേഷങ്ങളായിരിക്കും വ്ളോഗായിട്ട് വരുന്നത്. കുറച്ച് വീഡിയോസ് ഇതിന്റേതായിട്ട് തന്നെ കുറെ കാണുമായിരിക്കും. അതായത് ഈ ഒരു യാത്രയിൽ പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളും ഞാൻ ഇതിൽ പറയണില്ല. നമുക്ക് വഴിയെ ഓരോ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും നല്ലത്. അപ്പൊ യാത്രയൊക്കെ പോകാനായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു വീഡിയോ ചിലപ്പോ ഹെൽപ്ഫുൾ ആയിരിക്കാം. അപ്പം ഞാൻ പോയിട്ട് വരാമേ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വരാം. ഓക്കെ ബൈ. അങ്ങനെതാ സ്കൂട്ടിയൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. എല്ലാം ഒരു പുതിയ ഗ്ലാസ് ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് മേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലായതുകൊണ്ടും പിന്നെ മഞ്ഞത്ത് പോകാൻ വേണ്ടിയിട്ട് കൂളിംഗ് ഗ്ലാസ്സാണ് മേടിച്ചത്. പിന്നെ അങ്ങനെ ഞാൻ സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് തമ്പാനൂരിന്ന് ട്രെയിനിലാണ് പോകുന്നത്. അപ്പം സ്കൂട്ടി എടുത്തിട്ട് ശ്രീകാര്യം തോന്നിയിട്ടുണ്ട്. വേറെ ഫാമിലി ഫ്രണ്ട്സ് വരാനുണ്ട്. അപ്പൊ ഇവിടെ വണ്ടി വെച്ചിട്ട് ഇവിടുന്ന് ഊബർ എടുത്തിട്ട് നേരെ തമ്പാനത്തേക്ക് പോകും. നമ്മളങ്ങനെ ശ്രീകാര്യത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വണ്ടിയൊക്കെ കിട്ടി. ഊബർ വിളിച്ചു. ഊബർ ഇതാ വന്നിട്ടുണ്ട്. നമ്മളെല്ലാം റെഡി. നമ്മളങ്ങനെ എല്ലാവരുമായിട്ട് ജോയിൻ ചെയ്തു കേട്ടോ. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇനി ഫ്ലൈറ്റ് അല്ലല്ലോ, ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഫ്ലൈറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് സത്യം പറഞ്ഞാല് നമ്മളെ ഒരു ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ 2 ടിക്കറ്റേ ഉള്ളൂ. നമ്മള് ടോട്ടൽ 4 പേരുണ്ട്. 2 ടിക്കറ്റ് കൺഫേം ആയിട്ടുള്ളൂ. അപ്പം 2 പേര് അവർ രണ്ടുപേരും കുഴപ്പമില്ല, എ സി കമ്പാർട്ട്മെന്റ്. നമ്മൾ രണ്ടുപേരും ജനറലില് കൈയൊക്കെ അടിച്ച് പോവാം. ഓ, ഞങ്ങൾക്ക് ട്രെയിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ട്രെയിൻ ഞങ്ങൾ വന്നപ്പോഴേ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എ സി കമ്പാർട്ട്മെന്റ് ആണ്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതിനകത്ത് സീറ്റില്ല. നമുക്ക് എനിക്കും മെഹുക്കും ഇതിനകത്ത് സീറ്റില്ല. ഇവർക്ക് രണ്ടുപേർക്കും സീറ്റ് ഈ സൈഡ് സീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിനി എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ കാണിച്ചിട്ട് ഇതിനകത്ത് തന്നെ ഇരിക്കാനുള്ള സെറ്റപ്പ് ചെയ്യണം. പിന്നെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ ഫോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്നും കാണൂല. അങ്ങനെ കുറെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മഞ്ഞുള്ള സ്ഥലത്തേക്കാണ് പോണതെങ്കിൽ ഇതിനകത്ത് തന്നെ എ സിയുടെ തണുപ്പ് എനിക്ക് ശരിയാവില്ല. അപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഞാൻ ഇന്നലെയാണ് അറിയാം, ഈ കേരളം വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരെ യാത്ര പോകുന്നത്. അപ്പം കേരളം വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മൊബൈൽ ഫോണൊക്കെ അടിച്ചുകൊണ്ട് പോകാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോഴും മുതൽ അത് കേട്ടപ്പോൾ മുതലേ എനിക്ക് മാറിയ ടെൻഷനാണ്. എന്ത് ചെയ്യും? വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്റെ കയ്യിൽ ഇപ്പൊ ഒരു ഐഫോൺ ഉണ്ട്, ഒരു സാംസങ്ങിന്റെ S24 അൾട്ര ഉണ്ട്. അപ്പൊ ഇതില് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ആരെങ്കിലും പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരെ പിടിക്കാനൊന്നും പറ്റൂല എന്നാണ് അവര് പറയുന്നത്. എന്റെ പരിചയക്കാരൊക്കെ പറയുന്നത്. അവരൊക്കെ ഒരു ഫോൺ കിട്ടിയാൽ മതി. ആ ഫോണും കിട്ടി അവര് ട്രെയിനിൽ അങ്ങ് ചാടിപ്പോയിക്കോളും. നമ്മളാരും കട്ടപ്പോലെ. ഞാൻ ടെൻഷൻ. ഞാൻ ഇത് നിൽക്കുന്നതെങ്കിലും കയറ്റി ഒളിപ്പിക്കാൻ നോക്കണ്ടാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്. എന്താവുമെന്ന് നോക്കാം. നമ്മള് ഉച്ചയ്ക്കുള്ള ഫുഡ് അത് തന്നെ. ടിക്കറ്റ് ഇല്ലെങ്കിൽ നമ്മള് ബിരിയാണിയാണ് കഴിക്കുന്നത് കേട്ടോ. മാത്രമേ യാത്രയ്ക്ക് പോകുന്നത്. അല്ല, ഇവര് രണ്ടുപേരും ഉണ്ട്. നമ്മള് ഇങ്ങനെ ബിരിയാണി പൊടിയൊക്കെ പൊട്ടിച്ച് സംഭവം ഇവർ കൊണ്ടുവന്നതാണ് കേട്ടോ വീട്ടിൽ നിന്ന്. ഓ, കപ്പലുണ്ട്. കഴിച്ചിട്ട് കാണാം. ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചിട്ട് കുറെ നേരം ഉറങ്ങി കേട്ടോ. ഇപ്പൊ സമയം വന്നിട്ട് 7 മണിയായിട്ടുണ്ട്. അപ്പൊ ഇന്നും നാളെയൊക്കെ ഇനി ട്രെയിനിൽ തന്നെയാണ്. വേറെ പ്രത്യേകതകളൊന്നുമില്ല. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇല്ല. അപ്പൊ ഇന്ന് ഇനിയും നമുക്ക് ഉറങ്ങാൻ പറ്റും. രാത്രി പകൽ മൊത്തം അങ്ങനെ തുടങ്ങി. രാത്രി വന്നിരിക്കും. വേറെ പ്രത്യേകത. ഇപ്പൊ സമയം വന്ന് 7 മണിയാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ 7 മണിയായപ്പോഴത്തേക്ക് ഒറ്റപ്പാലത്ത് എത്തിയിട്ടുണ്ട്. ഒറ്റപ്പാലത്ത് നിന്നുള്ള ഒരു വ്യൂ ഇതാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടല്ലോ, നല്ല രസമുണ്ട്. ഓ, ഇനിയിപ്പം രാത്രി ആയി കഴിഞ്ഞാലും നാളെ ഫുള്ളും ട്രെയിനിലാണെന്ന് ആലോചിക്കുമ്പോഴത്തേക്കുള്ള ഒരു വിഷമേ ഉള്ളൂ. ബാക്കിയൊക്കെ കാണാം. ഇന്നിനിയിപ്പം രാത്രി ഉറങ്ങാൻ പറ്റൂല. 2 കാരണങ്ങളുണ്ട് ഉറങ്ങാൻ പറ്റാത്തത്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബെഡില്ല. നമുക്ക് ടിക്കറ്റ് ഇതുവരെയും കൺഫേം ആയിട്ടില്ല. എന്നിട്ട് നമ്മൾ ഇതിലാണ് യാത്ര ചെയ്യണത്. അപ്പൊ അതിന് വേറെ വഴിയൊന്നും ഇല്ലല്ലേ? ഇല്ല. ഒന്നും ചെയ്യാൻ പറ്റൂല. TTRനോട് ചോദിച്ചിട്ട് ഇതിനകത്ത് തന്നെ ഇരിക്കുവാണ്. പക്ഷേ കിടക്കാൻ പറ്റില്ല. രാത്രി ആകുമ്പോഴത്തേക്ക് സീറ്റിൽ ആള് കയറും. കോയമ്പത്തൂരിൽ നിന്ന് ആള് കയറാറുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് സീറ്റൊന്നും കിട്ടൂല. എവിടെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് പോകാനേ പറ്റുള്ളൂ. ഡൽഹി വരെ എങ്ങനെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ കുഴപ്പമില്ല. ഇവിടം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഡൽഹി ചെന്നിട്ട്, ഡൽഹി അല്ല ആഗ്ര ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടുന്ന് വൈകുന്നേരം ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിന്റെ ടിക്കറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല. അതൊക്കെയാണ് ഇതിലൊരു കോമഡി എന്ന് പറഞ്ഞാൽ.
1 മാസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. ഇതുവരെ ഇൻഫർമേഷൻ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെയുള്ള അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജനറലിലേക്ക് പോയിട്ട് വരും. നമുക്ക് രാത്രിയിലെ ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ചപ്പാത്തിയാണ്, ചപ്പാത്തി മുട്ടക്കറി. അതോടെ കഴിച്ചിട്ട് കിടന്നുറങ്ങാം. എന്നിട്ട് നാളെ കാണാം. പിറ്റേ ദിവസമായി നമ്മൾ രാവിലെ ഹാപ്പി കുടിച്ച് ഇപ്പം നിൽക്കുന്നത് വിജയവാഡയിലാണ്. എന്റെ കക്ഷത്ത് പഴമൊക്കെ ഇരിപ്പുണ്ട്. നമ്മളതാ മഞ്ഞ കളർ പഴം നോക്കി മേടിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റോബസ്റ്റ് പഴമില്ല, അതാണ് സംഭവം. റോബസ്റ്റ് അല്ലേ? ബോറസാ എന്തിനാന്ന്. പക്ഷെ ഞാൻ കഴിച്ചിട്ട് റോബസ്റ്റ് പഴത്തിന്റെ ടേസ്റ്റ് ആണുള്ളത്. പക്ഷെ ഇവിടത്തെ സ്ഥലം അടിപൊളിയാണ് കേട്ടോ. പക്ഷെ നിർത്തിയ കുറവാണ്. കാണാൻ നല്ല രസമുണ്ട്. ഇതിനു മുമ്പ് ഞാൻ തൊട്ട് മുമ്പത്തെ ഒരു കാഴ്ച ഞാൻ കാണിച്ചിരുന്നു. ഈ സൈഡിൽ ഈ ഒരു പാലം കണ്ടില്ലേ? ഈ ഒരു പാലത്തിൽ നിന്നുള്ള ഇരുമ്പ് പാലമാണ്. ഇരുമ്പ് പാലത്തിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നും ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നമ്മുടെ വലിയ ട്രിപ്പിലെ 2ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കുന്ന പോലെ ചുറ്റുപാട് നല്ലതുപോലെ നോക്കിയിട്ടാണ്. ഫോണൊക്കെ നേരെ പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അടിച്ചോണ്ട് പോകും. പിന്നെ എത്ര ഓടിയാലും കിട്ടൂല. അവനെ പിടിക്കാനും പറ്റൂല, പിന്നെ പറയാൻ ഓടിക്കാൻ ട്രെയിനും പോകും. വല്ലാത്തൊരു ഗതികേടായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ഫോണൊക്കെ യൂസ് ചെയ്യണം കേട്ടോ. നമ്മൾ ട്രെയിനിൽ പോകുമ്പോഴത്തേക്ക് വെളിയിലൊക്കെ ഇങ്ങനെ കൈ നീട്ടി വെച്ച് വീഡിയോ എടുക്കൊണ്ടിരുന്ന ഈ ആരെയും കമ്പിട്ട് അടിച്ച് പോകണമെന്ന് കളയും. എന്നിട്ട് അവന്മാർ അത് പോയി എടുക്കും. കേരള എക്സ്പ്രസ് ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. ഇതിന്റെ ബാക്ക് സൈഡ് നോക്കി. ബാക്ക് സൈഡിൽ മുഴുവൻ കാടും മുകളിലൊരു ടെമ്പിൾ അങ്ങനെ എന്തൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിക്കാൻ വാങ്ങിയത്. വേറെ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും ട്രെയിനിൽ നിന്ന് ചായ പോലും കുടിച്ചിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. ട്രെയിൻ ചായ കുടിച്ച ഒരാളുണ്ട്. ട്രെയിനിൽ നിന്ന് ചായ കുടിച്ചിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇന്നലെ കുടിച്ചതാണ്, ഇതുവരെ ഒരു കുഴപ്പമില്ല. ഞാനും അവളും ഇതുവരെ ഒരു ചായ പോലും കുടിച്ചിട്ടില്ല. പിന്നെ ഇന്ന് രാവിലെ വരെ നമ്മൾ കൊണ്ടുവന്ന ഫുഡാണ് കഴിച്ചത്. ഉച്ചയ്ക്ക് ഒരു ഒറ്റ പ്രാവശ്യം നമ്മൾ പുറത്തുനിന്ന് പഴം മേടിച്ചിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള ഫുഡ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് സ്വിഗ്ഗിയിൽ വല്ലതും ഓർഡർ ചെയ്തിട്ട് അടുത്ത ഏത് സ്ഥലത്ത് പാറാങ്കലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡെലിവറി കിട്ടുന്നു. അപ്പൊ എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്ത് ഡെലിവറി മേടിക്കാൻ പരിപാടി തന്നെ ഇല്ല. കുറെ നേരമൊക്കെ പുറത്ത് കിടന്ന് കറങ്ങി വിസിലടിച്ചു. അല്ലെങ്കിൽ ട്രെയിൻ കിട്ടൂല, മിസ്സാവും. ഇനി നമ്മള് പോണ വഴിക്കുള്ള ബാക്കി കാര്യങ്ങൾ പോണ വഴിക്കാം, അതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ ട്രെയിൻ യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങളിത് ആഗ്രയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും ബാഗും തൂക്കി സെറ്റപ്പ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ആർമി ബോയ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് കാണാൻ കേട്ടോ. ഭയങ്കര കുത്തി ഞെരിങ്ങിയാണ് നിങ്ങൾ ഇതിനകത്ത് ഇരിക്കുന്നത്. ഇതുവരെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനിയായിരിക്കും കുഴപ്പങ്ങൾ. ഒന്നും സംഭവിക്കില്ലെന്ന് വിചാരിച്ച് ഞങ്ങളിതാ ഇറങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ബൈ. ഞങ്ങള് ആഗ്രയിലെത്തി. ആഗ്രയിൽ നിന്ന് എല്ലാരും കൂടി ഇറങ്ങി നടക്കുന്നു കേട്ടോ. ഇപ്പൊ സമയം വന്നിട്ടൊരു എത്ര മണിയായ സമയം? 10:58 കേട്ടോ. 10:58. പക്ഷെ ഇപ്പോഴും ആരമായിട്ടുള്ള തണുപ്പാണല്ലോ. നല്ല മഞ്ഞ്, അതായത് കോട ഇങ്ങനെ മൂടി കിടക്കുകയാണ്. സൈഡിലൊരു ട്രെയിനിൽ കംപ്ലീറ്റ് ആർമിയുടെ ഷിഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഇതുപോലെ ഇങ്ങനെ ഒരു വണ്ടി നിറച്ചിട്ട് ട്രെയിൻ നിറച്ച് കംപ്ലീറ്റ് ആർമി വണ്ടിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഫോണൊക്കെ ഇറങ്ങി പിടിച്ചോളാം കേട്ടോ. ഇനി പോകും. ഇങ്ങനെ ഇപ്പൊ ഞങ്ങൾ പോകുന്നത് ആഗ്ര കാണ്ടിൽ ഇറങ്ങിയിട്ട് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യണം. ഡ്രസ്സ് ചേഞ്ച് ചെയ്തൊന്ന് ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് താജ്മഹലിലേക്ക് പോകാനായിട്ട്. അപ്പൊ നമുക്ക് നേരെ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തിരിച്ചു വരാം. ഓക്കെ. നിങ്ങൾ ഈ കാണുന്ന ഈ ഗ്ലാസ് കണ്ട, ഇതൊരു ഗ്ലാസ് ആണ്. ഗ്ലാസ്സിൽ പുള്ളെന്ന സ്റ്റിക്കർ മാത്രം അടിച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇപ്പൊ ഇവിടെ നിന്നപ്പോ കണ്ടു കാര്യം ഒരു പുള്ളിക്കാരൻ നടന്ന് സ്പീഡിൽ നിന്നും കയറിക്കൊണ്ടു. ഗ്ലാസ് ഇല്ലെന്ന് വിചാരിച്ചു. ചെന്ന് പട്ടക്കന തല വരെയായിരുന്നു. ഗ്ലാസ് ഉണ്ടായിരുന്നല്ലേ. അങ്ങനെ നടുവല്ല തലയൊക്കെ തലകൊണ്ട് പോണ നീ കണ്ടായിരുന്ന കിട്ടിയ വീഡിയോ? അത് വീഡിയോ കിട്ടിയില്ല, ഞാൻ കണ്ടു. ഞങ്ങൾ ആഗ്ര കണ്ടിൽ വന്നിട്ട് ഒരു വെയിറ്റിംഗ് റൂം എടുത്തിട്ട് ഒന്ന് ഫ്രഷ് ആവുന്ന കുളിക്കാൻ കയറിയതാണ് കേട്ടോ. പക്ഷെ ഇവിടെ കുളിക്കാതൊന്നുമില്ല. കുളിച്ച് ഒരൊറ്റ ആളുകളുണ്ട്. അവസരത്തിൽ കുളിച്ചു വരും, വെള്ളം വീണ് പോയി. അല്ലാതെ കുളിക്കാതെ പറ്റില്ല കേട്ടോ. ഞാൻ കുളിക്കാതെ തന്നെ ഒന്ന് നനച്ച് തുടക്കെടുത്ത് ഫ്രഷ് ആവുന്ന വിചാരിച്ചിരിക്കും. താജ്മഹൽ കാണാൻ വരുന്നവർക്ക് ഒരു ഉപയോഗമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ആഗ്ര കണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിന്ന് തന്നെ ഒരു റൂം എടുത്തിട്ട് അവിടെ നിന്ന് ഫ്രഷ് ആവാൻ പറ്റും. ഫ്രഷ് ആവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, വൃത്തിയൊക്കെ കുറച്ച് കുറവാണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ പുറത്തിറങ്ങിയിട്ട് കുറച്ച് പുറത്തോട്ട് തന്നെ അടുത്തൊരു ക്ലോക്ക് റൂം കാണാൻ കഴിയും. ക്ലോക്ക് റൂമിൽ വന്നിട്ട് ഒരു ബാഗിന് 20 രൂപ ബാഗ് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്നൊരു പരിപാടിയുണ്ട്. അവിടെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. 20 രൂപ കൊടുത്തിട്ട് നമ്മളൊരു ടോക്കൺ എടുത്ത് കഴിഞ്ഞാൽ ആ നമ്പർ നമ്മുടെ ബാഗിൽ എഴുതിയിട്ട് ചോക്ക് കൊണ്ട് തരും. ആ ബാഗിൽ നമ്മൾ ഈ ചോക്ക് കൊണ്ട് ടോക്കൺ എഴുതിയിട്ട് നമുക്കിവിടെ സൂക്ഷിക്കാൻ പറ്റും. ക്ലോക്ക് റൂമിൽ നമ്മളിതെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ട് വേണം നമ്മൾ താജ്മഹൽ പോയി താജ്മഹലൊക്കെ കണ്ട് തിരിച്ച് വന്നിട്ട് ഇതെടുക്കാൻ. അത് നല്ലൊരു ഓപ്ഷനാണ്. ഇതാകുമ്പോൾ വെറും ഫ്രീ ആയിട്ട് നമുക്ക് നടന്നിങ്ങനെ പോകും. ഓക്കെ. നമ്മുടെ കാശ്മീർ ട്രിപ്പിലെ 3ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളത് ആഗ്ര കണ്ടിലാണ്. ആഗ്ര കണ്ട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ കേരള എക്സ്പ്രസ്സിൽ വന്നിട്ട് രാവിലെ വന്നിട്ട് കുളിച്ച് ഫ്രഷായി എല്ലാം റെഡിയാക്കി ക്ലോക്ക് റൂം ഇവിടെ അടുത്തുണ്ട്. ക്ലോക്ക് റൂമിൽ നമ്മളെ ബാഗും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ആഗ്ര കണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഈ ഒരു വ്യൂവിലാണ്. ഒരു ട്രെയിൻ കിടപ്പുണ്ട്. ട്രെയിനിൽ കംപ്ലീറ്റ് നമ്മുടെ ആർമിയുടെ വണ്ടിയും ടാങ്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ആർമിയുടെ യൂണിറ്റ് ഷിഫ്റ്റ് ആവുന്ന ഒരു പരിപാടിയാണ്.
പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി പോകുന്നത് താജ്മഹലിലേക്കാണ്. താജ്മഹലിൽ പോകാനായിട്ട് ഞങ്ങൾ ഈ സാധനങ്ങളെല്ലാം സേഫായിട്ട് എടുത്ത് ലോക്കറിലും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ട് വലിയ പൈസ ഒന്നും ഇല്ല. 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോക്കർ സെറ്റപ്പിനകത്ത് നമുക്കിത് സാധനങ്ങളെല്ലാം സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. അതിലൊരു നമ്പറുണ്ട്, ആ ടോക്കൺ എഴുതി അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു കുഴപ്പമില്ല, സേഫാണ്. താജ്മഹലിലേക്ക് പോകാനായിട്ട് ആഗ്ര കണ്ടു നിന്നപ്പം തന്നെ ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ ടാക്സി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പോൾ ഞങ്ങളൊരു പുള്ളിക്കാരനെ കണ്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞല്ലോ ഒരു ടാക്സി സെറ്റ് ആക്കിയിട്ടുണ്ട്. എർട്ടിക ടാക്സിയാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ 6 പേരാണ് ടോട്ടലുള്ളത്. 250 രൂപ പെർ ഹെഡ് ആയിട്ടാണ് ചാർജ് വരുന്നത്. ടോട്ടലി 1500 രൂപ. 1500 രൂപയ്ക്ക് ഞങ്ങൾക്ക് ആഗ്ര ഫോർട്ടിലും കൊണ്ടുപോകും, താജ്മഹലും പോവും, പിന്നെ ഫുഡ്, മാർക്കറ്റ്, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കറക്റ്റ് കാര്യങ്ങളെല്ലാം ഞാൻ വഴി കാണിക്കാം. അപ്പോൾ ടാക്സി വരട്ടെ, ടാക്സി വന്നിട്ട് കാണാം. ഞങ്ങൾ ആഗ്ര കണ്ട് റെയിൽവേ സ്റ്റേഷൻ ഇല്ല, ആ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് നിന്ന് ആഗ്ര കണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞിട്ട് മൂടൽമഞ്ഞായിട്ട് കിടക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. സംഭവം എയർ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തെ എയർ പൊല്യൂഷൻ സിവിയർ ആയിട്ടാണ് കാണിക്കുന്നത്. ഞങ്ങളെ വണ്ടി വന്നിട്ടുണ്ട്, ഇതാണ് വണ്ടി കേട്ടോ. ഞങ്ങൾ കാറിൽ ഇങ്ങനെ കുറച്ച് ദൂരം കൊണ്ട് മുമ്പോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ഐ ലവ് ആഗ്ര എന്നുള്ളൊരു അടിപൊളി ബോർഡ് കണ്ടിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരൻ പേയ്മെൻറ്റ് എന്താ കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ പോയിരിക്കുകയാണ് ഞങ്ങളുടെ കൂടെ വന്ന ആൾ. ഇങ്ങനെ ഒരുപാട് ഇങ്ങനത്തെ ടാക്സികളൊക്കെ ഉണ്ട് കേട്ടോ. റോഡൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെയാണ് കേട്ടോ, കംപ്ലീറ്റ് പൊടിയൊക്കെ നിറഞ്ഞ് കിടക്കുവാണേ. ദൂരെ കണ്ട ഒരു ഓട്ടോ പോണതുണ്ട്. ഓട്ടോയാണ് എന്താണെന്ന് അറിയുമ്പോൾ എൻ്റെ വണ്ടിയേക്കുന്ന സാധനങ്ങളുണ്ട്. എൻ്റെ പുന്നിൽ നോക്കി ഇവിടെ എങ്ങനെയാണ്, ഇവിടെ ഞാൻ ഇരിക്കുന്ന വണ്ടിക്ക് സീറ്റ് ബെൽറ്റ് പോലും പിടിച്ചിട്ട് വീഴണില്ല. അപ്പം ചോദിച്ചവൻ പറയാം സീറ്റ് ബെൽറ്റ് കുഴപ്പമില്ല. വെറും കൂറ സിറ്റി ആയിട്ട് കിടക്കുന്നുണ്ട്. കംപ്ലീറ്റ് മരങ്ങളെല്ലാം നോക്കി പൊടി, കംപ്ലീറ്റ് പൊടി നിറഞ്ഞിരിക്കുക. പക്ഷെ എൻ്റെ അമ്മൂ ഗ്ലാസ് കയറ്റിയിട്ടേക്കോ, പക്ഷേ എ സി ഒന്നും ഇട്ടിട്ടില്ല. പക്ഷേ ഇത് നമുക്ക് വണ്ടിക്കകത്തിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ കംപ്ലീറ്റ് എയർ പൊല്യൂഷൻ ഉണ്ടെന്ന് ഫീൽ ചെയ്യും. കംപ്ലീറ്റ് ഇവിടെ ഇങ്ങനെ ഓട്ടോറിക്ഷകളാണ്. ഓട്ടോ പോലെ തോന്നിക്കുന്ന വേറെ എന്തൊക്കെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ ഇടയ്ക്ക് കണ്ടായിരുന്നു. ഇത് ഓട്ടോയാണെന്ന് തോന്നുന്നു, പക്ഷേ ഇത് ഓട്ടോയല്ല, ഇത് വേറെ എന്തോ സാധനമാണ്. അതല്ല, അവിടെ ഒരു വലിയൊരു ടാങ്ക് ഇരിപ്പുണ്ട് കേട്ടോ. ടാങ്ക് ആർമിയുടെ ടാങ്കാണെന്ന് കണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇറങ്ങി നടന്നു പോകുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൊടി കൊണ്ടൊന്ന് ഇറങ്ങി കിടക്കുകയാണ് ഇവിടെ. എൻ്റെ പൊന്നി ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിറ്റിയിലാണ്. കുറച്ച് ദൂരം കൂടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ഇനിയും മുതൽ നല്ല ബ്ലോക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ബ്ലോക്കും കാര്യങ്ങളെല്ലാം ഈ ബൈക്കിലൊക്കെ പോകുന്നവർ കംപ്ലീറ്റ് ആയിട്ടും തലയിൽ മറ്റേ സ്കാർഫും കാര്യങ്ങളൊക്കെ ഇട്ട് പൊടിയടിക്കാതിരിക്കാൻ വേണ്ടി പോകും. കാറുകൾ കംപ്ലീറ്റും ഗ്ലാസും കയറ്റിയിട്ട് പോവുക, നമ്മളെ വണ്ടി മാത്രം ഗ്ലാസ് കയറ്റിയിട്ടില്ല. കണ്ടോ, ഞങ്ങളിപ്പം താജ്മഹലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. താജ്മഹൽ അവിടെ നിന്ന് അങ്ങോട്ട് പോകണം. ഞങ്ങൾ ടാക്സിക്കാരൻ കൊണ്ടുവന്ന് ഇവിടെ ഒരു 3 ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ് ഉണ്ടാക്കിയേക്കണേ. ഉതുപ്പി എന്ന് പറഞ്ഞാൽ ആ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ കയറുകയാണ്. ഇവിടെ കയറി ഫുഡും കഴിച്ചിട്ട് നമുക്ക് നേരെ താജ്മഹലിലേക്ക് പോകും, അതായിരിക്കും ബെറ്റർ. ഹോട്ടലിൻ്റെ അകത്തേക്കുള്ളൊരു വഴി. നല്ല ഫുഡാണെങ്കിൽ മാത്രം ഞാൻ ഈ കടയുടെ കാര്യം പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് വരട്ടെ. ഓക്കെ ബൈ. നമ്മൾ ഈ ഉതുപ്പി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് കഴിക്കാൻ കയറിയിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? മീൽസിന് എത്ര റേറ്റ്? എത്ര മീൽസിന് റേറ്റ് എത്ര? 190. വെജ് അല്ലേ? വെജ് മീൽസിന് ഇവിടെ അത്യാവശ്യം വൃത്തിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. 190 രൂപ. ഫുഡിന് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചിട്ട് പറയാം. പക്ഷേ വെള്ളത്തിൻ്റെയൊക്കെ തണുപ്പ് അമ്പോ, ഞാൻ ചെന്ന് ഫ്ലഷൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ, കല്ല് കണക്കായി പോയി ഒറ്റയടി. ഭയങ്കര തണുപ്പ്, ഒരു രക്ഷയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും വയറ്റിൽ സ്ഥലം ബാക്കിയുണ്ടെന്നാണ് എൻ്റെ ഒരു മെയിൻ പോയിന്റ്. ഫുഡ് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എല്ലാം ഒരേ കണക്കിരിക്കുന്ന ഒരു കറികളായതുകൊണ്ട് നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി മാത്രമേ നമുക്ക് കറി ഏതാണെന്ന് സെലക്ട് ചെയ്ത് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ചോറ് സെപ്പറേറ്റ് 2ാമത് മേടിക്കേണ്ടി വന്നു, 3ാമത് മേടിക്കേണ്ടി വന്നു, 4ാമത് മേടിക്കേണ്ടി വന്നു. ഫുഡ് കൊള്ളാം കേട്ടോ, കുഴപ്പമില്ല. പക്ഷേ എക്സ്ട്രാ ചോറ് മേടിക്കണമെങ്കിൽ ഒരു ചെറിയ ഒരു ബൗളിൽ ചോറ് മേടിക്കണമെന്നുണ്ടെങ്കിൽ, പച്ചരി ചോറാണെന്ന് തോന്നുന്നു, ബൗളിൽ ചോറ് മേടിക്കണമെന്നുണ്ടെങ്കിൽ 60 രൂപ ആവും. പക്ഷെ അതും തികയാതെ വന്നു. അതായത് ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചിട്ട് വീണ്ടും മേടിക്കേണ്ടതായിട്ട് വന്നു, പക്ഷേ മേടിച്ചില്ല. വെറുതെ പൈസ കൂടുതലാണ്, പക്ഷെ ഫുഡ് കൊള്ളാം, കുഴപ്പമില്ല. പൈസ കുറഞ്ഞ ഫുഡ് പോയി കഴിച്ച് കഴിഞ്ഞാലും പ്രശ്നമാണ്. ടാക്സിയിൽ വന്നിട്ട് താജ്മഹൽ മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് വന്നിറങ്ങിയത്. ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഇതാ അങ്ങ് ആ കാണുന്ന ബോർഡിൻ്റെ അവിടെ നിന്ന് നമ്മളൊരു 500 മീറ്റർ നടന്നു പോയാൽ മാത്രമേ താജ്മഹലിൽ എത്തുള്ളൂ. ഡ്രൈവർ പുള്ളിക്കാരൻ നമ്മളോട് പറഞ്ഞതനുസരിച്ചിട്ട് അത്യാവശ്യം ഇവിടെ നല്ലതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ അവരെ സാധനമൊന്നും മേടിക്കാൻ എന്തായാലും പുറത്ത് വിടൂല. പിന്നെ ആവശ്യമില്ലാതെ പൈസയും ചിലവാക്കാതെ ഇവന്മാർ പൈസയൊക്കെ ഒരുപാട് കൂട്ടി മേടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇതിനകത്തൂടെ കയറി വേണം താജ്മഹലിൽ പോകാനായിട്ട്. ഞാൻ പറഞ്ഞ ഗേറ്റ് ഇതാണ് കേട്ടോ. ഈ ഗേറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ താജ്മഹലിലേക്ക് പോകുന്നത്. കാര്യങ്ങളൊക്കെ അകത്തോട്ട് പോയിട്ട്, ഞാനും ആദ്യമായിട്ടാണല്ലോ, അകത്തോട്ട് പോയിട്ട് എനിക്ക് കറക്റ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അകത്തോട്ട് കയറിയിട്ട് നമുക്ക് കാണാം. വഴി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നോക്കി, നല്ല രസമുണ്ട്. അത്യാവശ്യം നല്ലൊരു ആംബിയൻ്റ് ആയിട്ട് തോന്നിക്കുന്നൊരു, ഇതിനകത്തൊക്കെ നോക്കി നല്ല രസമാണ്. കുറേ പിള്ളേരൊക്കെ നിന്ന് കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തേക്ക് പോകാനായിട്ട് ഇതുപോലുള്ള ഇലക്ട്രിക് വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല തണുപ്പാണ്. അത്യാവശ്യം ഞാൻ വെറും കൂൾ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നത്. അത്യാവശ്യം സ്വെറ്റർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ടെന്ന് കഴിഞ്ഞാൽ കുറച്ച് തണുപ്പിന്നൊക്കെ പിടിച്ച് ചെയ്യാം. ഇതുവഴി വരണവർ കണ്ട എല്ലാവരും സ്വെറ്ററും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് പോണേ. ഞാൻ മാത്രമേ ഇങ്ങനെ കൂളായിട്ട് വരണുള്ളൂ. വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട്. കൈയൊക്കെ ഒരു മരവിപ്പിയാണ്, എന്തിനാണോ. ഞങ്ങൾ യാത്ര ചെയ്യുന്ന ഈ വഴി നിങ്ങൾ കണ്ടല്ലോ, അത്യാവശ്യം നല്ല കാണാൻ അടിപൊളിയായിട്ടുള്ളൊരു വഴിയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട്, അതുകൊണ്ട്
അകത്തോട്ടുള്ള കാര്യങ്ങൾ അകത്തോട്ട് നിന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ വഴിയരികിൽ ഇതുപോലെ പലരും പല കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ആരെ മൈൻഡ് ചെയ്തു? ഞാൻ ആദ്യം 1-2 പേരൊക്കെ മൈൻഡ് ചെയ്തു. അപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് മൈൻഡ് ചെയ്യാനേ പാടില്ല. മൈൻഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് കേട്ടോ. അണ്ണൻ ക്രോസ് ചെയ്ത് പേടിപ്പിക്കുന്നു. ഞങ്ങളീ നടക്കുന്നത് പോലെ ആ കണ്ട കയറ്റിൽ നിന്ന് 500 മീറ്റർ അകത്തോട്ട് നടന്നാൽ മാത്രമേ താജ്മഹലിൻ്റെ എൻട്രൻസിലേക്ക് എത്തുള്ളൂ. അവിടെ വേറെ എൻട്രൻസ് കാണുമായിരിക്കും. നടന്നു പോകുന്ന വഴിക്ക് ഈ ഒരു കാട്ടിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചന്ദനവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ നിൽക്കുന്നതൊക്കെ ചന്ദനമാണ്. അങ്ങനെ കുറേ മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പോണ കുരങ്ങൻ്റെ മൂട്ടിലോട്ട് നോക്കി ഭയങ്കര ചുവപ്പ്, എന്തിനാണെന്ന് അറിയാൻ വയ്യ. ഇതുപോലെ കുറേ കുരങ്ങന്മാരെ കണ്ടു കേട്ടോ. ഇവിടെ വരുമ്പോഴത്തേക്ക് ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുത്തിട്ട് വേണം അപ്പോഴത്തേക്ക് താജ്മഹലിൻ്റെ എൻട്രിയിലേക്ക് പോകാനായിട്ട്. പക്ഷേ ഞങ്ങൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് മാത്രം നമുക്ക് അവിടെ പോയിന്റ് വന്നില്ല. പലപ്പോഴും റീലുകളിൽ മാത്രം കണ്ട് താജ്മഹലിനെ പരിചയമുള്ള ഞാൻ ഇന്ന് താജ്മഹലിൻ്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. താജ്മഹലിലേക്ക് കടന്ന് താജ്മഹലിനെ കാണാൻ പോവുകയാണ്. ആ ഒരൊറ്റ കാര്യം കൊണ്ട് എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ വേറൊരു കവാടം ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കവാടം കാണാൻ പറ്റുന്നത് അതിനകത്തൂടെ കയറിയാണ്, അത് അതിൻ്റെ തൊട്ടപ്പുറത്തൂടെ കയറിയാണ് അതിൻ്റെ അകത്ത് പോകാനുള്ളതെന്ന് വെച്ചാൽ അറിയാൻ വയ്യ. നോക്കട്ടെ. ആരും ഇവിടെ വന്ന് കഴിഞ്ഞാലും ഇവിടെ ഒരു താജ്മഹൽ വെസ്റ്റ് ഗേറ്റ് എൻട്രി എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാൻ കഴിയും. ഈ ഒരു ബോർഡ് വഴി മാത്രമേ ഞങ്ങൾക്കെന്നല്ല എല്ലാവർക്കും താജ്മഹലിനകത്തേക്ക് കടക്കാൻ കഴിയുള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞാൽ നെഞ്ചത്ത് മൈക്കൊക്കെ വെച്ചിട്ടാണ് ഇതിനകത്തോട്ട് കയറിയത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു വലിയ രീതിയിൽ സെക്യൂരിറ്റി ചെക്ക് ചെയ്യും. കംപ്ലീറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ മൈക്ക് ഇവിടെ ഇരുന്നത് എന്നെ പൊക്കി കേട്ടോ. അങ്ങനെ ആ മൈക്ക് എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഇങ്ങനെ വ്ളോഗിങ് കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് വേറൊരു പുള്ളിക്കാരൻ ആർമിയാണെന്നോ CRPF അങ്ങനെ എന്തോ ആണ് പുള്ളിക്കാരൻ വന്നിട്ട് അത് മേടിച്ചിട്ട് എൻ്റെ മൈക്കിന്റെ പാക്കറ്റിലാക്കിയിട്ട് തിരിച്ച് തൊട്ടടുത്തുള്ള ഒരു ക്ലോക്ക് റൂം ഉണ്ട്. ആ ക്ലോക്ക് റൂമിൽ കൊണ്ട് വെച്ചിട്ട് തിരിച്ചു വന്നു. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അപ്പം ഈ ഇങ്ങനെയുള്ള സാധനങ്ങളെ കൊണ്ടുവരാൻ ക്ലോക്ക് അല്ലെ മൈക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ അതൊന്നും ഇതിനകത്തോട്ട് കയറ്റി വിടില്ല കേട്ടോ. ഭയങ്കര റെസ്പെക്റ്റഡ് ഏരിയയാണ്. അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ കയറ്റി വിടുള്ളൂ. മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ലോകത്തിലെ ഒരു അത്ഭുതം ഞാൻ കാണാൻ പോകുന്നത്. എന്റെ അമ്മ, ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിന് ഭയങ്കര ഒരു വ്യൂ തരാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇപ്പൊ ഒരു കാര്യം കാണിച്ചു തരാം. നോക്കിക്കോ, ഇതാണ് നമ്മളെ താജ്മഹൽ. കണ്ടില്ലേ എന്റെ അമ്മ, എന്തൊരു വ്യൂ, സൂപ്പർ അല്ലേ? നോക്കി, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരുപാട് ആഗ്രഹിച്ച ഈ ഒരു കാര്യം ഞാൻ നേരിട്ട് കാണുന്നത്. എന്റെ അമ്മ, ഭയങ്കര സന്തോഷം കേട്ടോ. ഇവിടെ ഈ താജ്മഹലിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കാനായിട്ട്. ഞങ്ങൾ 6 പേരാണ് ഒരുമിച്ച് വന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ അത്രയും കറങ്ങി കിടന്ന് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നെ പറയുമ്പോൾ താജ്മഹൽ എന്ത് അടുത്തായിട്ട് ഞാൻ നിൽക്കണേന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്നിരിക്കണം. അതൊരു ഫീലാണ്, എന്തോ ഒരു വെറൈറ്റി ഫീലാണ്. ഭയങ്കര രസം തോന്നിക്കുന്ന ഒരു ഫീല് തരുന്ന സംഭവമാണിത്. എൻ്റെ അമ്മ, ഒരു ഒരിക്കലും മിസ്സാക്കരുത് ഈ ഒരു സംഭവം. ഇത് നമ്മൾ ലൈഫ് ജീവിച്ചിരിക്കുമ്പോൾ മാത്രം കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരിക്കലെങ്കിലും ഇതൊന്ന് കണ്ടിരിക്കണമെന്നേ ഞാൻ പറയുള്ളൂ. താജ്മഹലിന്റെ കാഴ്ച ഇത്രയൊക്കെ ഉള്ളൂ. നീ താജ്മഹലിന് കുറെ ഉണ്ട്. ക്യാമറയിൽ ഇത്രയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ക്യാമറയൊക്കെ ഇവിടെ റീലൊക്കെ വെച്ചെടുത്ത് കഴിഞ്ഞാൽ പണിയാണ് കേട്ടോ. ഇവര് മേടിച്ച് നോക്കിയിട്ട് കംപ്ലീറ്റ് ഡിലീറ്റ് ഒക്കെ ചെയ്യിപ്പിക്കും. അപ്പൊ ഇനി നമ്മൾ പോകുന്നത് ആഗ്ര ഫോർട്ടിലേക്കാണ്. നമ്മളങ്ങനെ ആഗ്ര ഫോർട്ടിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ആഗ്ര ഫോർട്ടാണ്. ഞാനും കൂടെ കാണും. ഞങ്ങളങ്ങനെ ആഗ്ര ഫോർട്ടിന്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് ആഗ്ര ഫോർട്ട്. ഒരുപാട് തത്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ തത്തയാണ്. തത്ത, പ്രാവ്, ഇതൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ഈ സാധനങ്ങൾ ഇങ്ങനെ പറന്ന് കിടക്കുന്ന കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ഇതിനെക്കാളും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഇതിനും 10% ചാർജ് ഉള്ളൂ. അതുകൊണ്ട് ഇതിന്റെ വീഡിയോ ഒരുപാടൊന്നും കാണിക്കാൻ പറ്റൂല. ചുരുക്കി മാത്രമായിരിക്കും ഇതിന്റെ വീഡിയോ. ആഗ്ര ഫോർട്ടിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഞങ്ങൾ ആഗ്രയിൽ കയറിയിട്ടുണ്ടോ. പക്ഷേ നമ്മള് ഈ ആഗ്ര ഫോർട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഭയങ്കര ഒരു കിടിലൻ താജ്മഹൽ മേടിച്ചിട്ടുണ്ട്. ഈ സാധനത്തിന് വെറും 20 രൂപ നമ്മൾ കൊടുത്തോളൂ അല്ലേ? 20 രൂപ കൊടുത്തോളൂ. ഇത് ബാർഗൈൻ ചെയ്ത് 10 രൂപയ്ക്ക് മേടിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ആ മര്യാദ കാണിച്ചില്ല. 10 രൂപയ്ക്ക് മേടിച്ചു. ഇത് നമ്മള് മേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ 20 രൂപയ്ക്ക് മേടിച്ചതാണ്. പക്ഷെ ഇതും കൊണ്ട് കാശ്മീർ പോയി കഴിഞ്ഞാൽ ഇത് മഞ്ഞിന് മുന്നിൽ പൊട്ടിയായി പോയി കാണാൻ കൊള്ളാം. പക്ഷെ ഇത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഈ സാധനം ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ ആഗ്ര ഫോർട്ടിൽ പോയിട്ട് കയറാത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം വളരെ കുറവാണ്. 5:30 ട്രെയിൻ ഉണ്ട്. ഇപ്പം തന്നെ ഏകദേശം 5 മണി ആവാറായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ബ്ലോക്കും കഴിഞ്ഞ് അങ്ങ് എത്തുമ്പോഴത്തേക്ക് ടൈറ്റ് ആവും. അപ്പൊ നമ്മൾ ആഗ്ര ഫോർട്ടിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടുപോകും. അതുകൊണ്ട് മാത്രമാണ് കയറാത്തത്. ആഗ്ര ഫോർട്ടും താജ്മഹലൊക്കെ കണ്ട് തിരിച്ചു വന്നത് അറിയുന്നിറങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോകുന്നത് കാശ്മീരിലേക്കാണ്. ഇന്ന് രാത്രി മുഴുവൻ ട്രെയിനിലായിരിക്കും. അപ്പൊ ഇനി 5:15 ട്രെയിൻ വരും. ആ ട്രെയിൻ വരാനുള്ള വെയിറ്റിംഗിലാണ്. ഇനി ക്ലോക്ക് റൂമിൽ പോയി വെച്ച സാധനങ്ങളൊക്കെ തിരിച്ചെടുക്കണം, നേരെ പോകണം. അപ്പൊ ട്രെയിനിൽ കയറിയിട്ട് കാണാം.